ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേടിയ വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 10-ാം അധ്യായം 13-ാം തിരുവചനം. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. പ്രഭാതത്തിൽ ഒരു ശാപവാക്ക് പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ വചനം എടുത്തത്. ഈ ഒരു വചനഭാഗത്തെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ കൊദ്രേസ്യ പറയുന്നത് ഇത് ഒരു ശിക്ഷാവിധിയുടെ ഒരു വാചകമായിട്ടല്ല, മറിച്ച് അവൾ സൂചിപ്പിക്കുക കൃപയെ നഷ്ടപ്പെടുത്തുന്ന ആത്മാക്കളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് കൃപയെ നഷ്ടപ്പെടുത്തുന്നത്? അത് സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണ്. പലരും ദൈവത്തെ സേവിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് ഇടപഴകുന്നത്, പ്രാർത്ഥിക്കുന്നത്, ബഹുമാനിക്കുന്നത് പേടി കൊണ്ടാണ്. പേടിയുടെ തലത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ തലങ്ങളിലേക്ക് ഇറങ്ങുവാനാ നമ്മളെ ക്ഷണിക്കുക. ഇന്നത്തെ ദൈവവചനം നമ്മളോട് പറയുന്നത് നമ്മിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെ കണ്ടെത്തി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ്. അങ്ങനെ വേണമെങ്കിൽ അതിനൊരു സ്നേഹത്തിൻ്റെ തലമുണ്ടാകണം. ജീവിതത്തിൽ നിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നീ സ്നേഹിക്കുവാനായിട്ട് തയ്യാറായാൽ, സ്നേഹപൂർവ്വം നിൻ്റെ ദൈവത്തെ നോക്കുവാനായിട്ട് തയ്യാറായാൽ, നീ നിന്നിൽ ദൈവം വർഷിച്ചിരിക്കുന്ന കൃപകളെ ആവോളം കണ്ടെത്തി നിൻ്റെ ജീവിതത്തിൽ നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം കൃപകൾ, ഇത്രമാത്രം നന്മകൾ, ഇത്രമാത്രം കരുതൽ എൻ്റെ ദൈവത്തിനുണ്ടോ? അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നീ നൽകുന്ന നന്മകളെയൊക്കെ അയവെറുക്കുവാനും അതിന് കൃതജ്ഞതയുടെ ജീവൻ നടത്തുവാനും നിന്നെ സ്നേഹത്തോടുകൂടി നിന്നോടൊട്ട് ചേർന്നിരിക്കുവാനുള്ള കൃപ ഈ വ്യക്തിക്ക് നൽകണം. ഈ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ